റീസെന്റ് നമ്മൾ ഹീറോ വർഷിപ്പിന് കാരണം ഉണ്ടാവുന്ന ഒരു വലിയൊരു ട്രാജഡിയാണ് ബാംഗ്ലൂരിൽ കണ്ടത്. RCB വിക്ടറി സെലിബ്രേഷന് ബാംഗ്ലൂരിൽ വന്നപ്പോൾ 10ലധികം ആൾക്കാർ സ്റ്റാൻപേഡിൽ മരിച്ചു. സ്റ്റേഡിയം 30,000-40,000 കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയത്തിന്റെ പുറത്ത് 2-3 ലക്ഷം ആൾക്കാരാണ് കൂടിയത്. തിക്കും തിരക്കും കൂടി ആൻഡ് സം ഓഫ് ദം ലോസ് ദർ ലൈഫ്സ് ആൻഡ് കുറെ പേര് ഇപ്പോൾ ഇഞ്ചേർഡ് ആണ്, സീരിയസ്ലി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഹീറോ വർഷിപ്പ് നിങ്ങൾ കാണിച്ചിട്ട് ആ RCB ഫാൻസിന്റെ പുറകെ നിങ്ങളെ ജീവൻ കളഞ്ഞിട്ട് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉൾപ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ദ RCB മാനേജ്മെന്റ് ഓർ ദ RCB players are worried about it? ഒരിക്കലും ഇല്ല. ഇവിടെ പറ്റിയത് ആ 10 പേരുടെ കുടുംബത്തിനാണ് നഷ്ടം ഉണ്ടായത്, അല്ലാതെ വേറെ ആർക്കും ഇല്ല. അതിൽ കുഞ്ഞു കുട്ടികളും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കുറ്റം ഗവൺമെന്റ് ആണോ അഡ്മിനിസ്ട്രേഷൻ ആണോ ആൾക്കാരുടെ ആണോ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ലൈഫിന്റെ സ്വന്തം ജീവിതത്തിന്റെ പുറത്ത് റെസ്പോൺസിബിലിറ്റി നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നമുക്കറിയാം, ഓക്കെ നമ്മൾ ഒരു പ്ലെയർ നല്ല പ്ലെയർ ആണ്, നമ്മൾ അവരെ പ്ലെയറിന്റെ ടാലന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ഗെയിം കണ്ടു, എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഒരു സിനിമ സ്റ്റാർ ആയാലും ഓരോ മൂവീസ് കണ്ടു. അതിനപ്പുറം അവരെവിടെയെങ്കിലും വരുമ്പോൾ നമ്മളെ ജീവവും സമയവും പണിയും എല്ലാം കളഞ്ഞിട്ട് നമ്മൾ കൊണ്ട് കളയണയിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇവർ ആരെങ്കിലും നിങ്ങൾ ഒരു 10 പൈസയുടെ വില കൽപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സ്വന്തം ജീവിതത്തിന് വില കൽപ്പിക്കുക, ഫിലിം സ്റ്റാർസിന്റെ ടാലന്റ് മനസ്സിലാക്കുക, ഓക്കെ ടാലന്റിനനുസരിച്ച് ഇത് ചെയ്യുക. അതുപോലെ തന്നെ ക്രിക്കറ്റേഴ്സിനെ തലയിൽ ദൈവത്തിനെ പോലെ കൊണ്ടു കിടക്കരുത്. ഡോണ്ട് ഡു ഹീറോ വർഷിപ്പ്. ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട സമയമായി. ക്രിക്കറ്റേഴ്സ് ദൈവങ്ങളല്ല, അവർ നിങ്ങളെ അറിയുന്നും കൂടിയില്ല. അതിനുവേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞിട്ട് കുഞ്ഞു പിള്ളേർ വരെ മരിച്ചിട്ടുണ്ട്. അതിൽ എത്ര ലോജിക് കൊണ്ട് അവരെ പാരന്റ്സിന് ആ തിരക്കിലകത്ത് കൊണ്ടുപോകേണ്ടത് ആലോചിക്കേണ്ട സമയമാണ്. തിങ്ക് റാഷണലി, ബിഹേവ് റാഷണലി.